ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചു തരാം. അപ്പോ രേണുസുതിയാണ് ഇന്നത്തെ വിഷയം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ രേണുസുതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കള്ളി എന്ന് പറഞ്ഞാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര കള്ളിയാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഒരു വീക്കില് ഇവര് വഴക്കുണ്ടാക്കിയത് രേണു മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക്. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവരെ കുറിച്ച് നല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല, ആർക്കും പറയാനില്ല. കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ ഇതങ്ങോട്ട് കൂടി. ഒരു ദിവസം സുധിയുടെ കല്ലറയില് ഇവള് ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവളടുത്തത് എന്നെ വന്നെന്ന് അങ്ങനെ എന്തോ ഉള്ളവർ ചോദിച്ചപ്പോ ഇതിൽ പെട്ടെന്ന് അതായത് പീഡനശ്രമം ആക്കിയിട്ടുണ്ട് കേസ് കൊടുത്ത് പുള്ളി എടുത്തുനിന്ന് നഷ്ടപരിഹാരമായിട്ട് പുള്ളി എടുത്തുനിന്ന് 10,000 രൂപയും വാങ്ങി. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന്. ഈ ഇന്റർവ്യൂല് വന്നിരിക്കുന്ന ഈ ചുമ്മാതെ വന്നിരുന്ന നുണ പറയുന്നത് എല്ലാവരും ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ 4 പേര് പൊങ്ങന്താനം ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇവളെ കുറിച്ച് അറിയാലോ. പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ല. ഈ സ്തുതിയായിട്ട് എന്നും വഴക്കാ ഇവളറിയോ? ഇവളുടെ കൂടെ പോയിട്ടാ സ്തുതിക്ക് ഇത്രയും കടം വന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്നും വഴക്കാ അറിയോ? ഇവളും സ്തുതിനെ പെരക്കി വിട്ട് ഓടിച്ചിട്ട് കുട്ടികളെ വിളിച്ചിട്ടുള്ളത് അറിയോ? ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കില്ല. സ്തുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സ്തുതി ഇവളും കൂടെ മരിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞു നിന്റെ തല പോകൂടാ, നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകൂടാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ ഇവളും മരിച്ചത്. എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഈ പരമദ്രോഹി ഇറക്കുമതി? സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ.